Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. തൃക്കരിപ്പൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നൽകിയതിൽ വിവേചനമെന്ന പരാതിയിൽ പ്രതിഷേധം. രാത്രികാല ഒപിയിലെത്തിയ 10 വയസ്സുള്ള കുട്ടിക്ക് ചികിത്സ നിഷേധിക്കുകയും അതേസമയത്തെത്തിയ മറ്റൊരു രോഗിക്ക് ചികിത്സ നൽകിയെന്നതുമാണ് പരാതി ഉയർന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് പരാതിക്കാധാരമായ സംഭവമുണ്ടായതായി പറയുന്നത്. രാത്രി 10:55 ശ്വാസതടസ്സവും കടുത്ത പനിയുമായി 10 വയസ്സുകാരിയുമായി തൃക്കരിപ്പൂരിലുള്ള രക്ഷിതാക്കൾ എത്തിയെങ്കിലും കൗണ്ടറിൽ ചുമതലയുണ്ടായിരുന്ന താൽക്കാലിക ജീവനക്കാരൻ ടോക്കൺ നൽകാൻ വിസമ്മതിക്കുകയായിരുന്നുവെന്നാണ് ആക്ഷേപം. അപ്പോൾ തന്നെ എത്തിയ മറ്റൊരു രോഗിക്ക് ടോക്കൺ നൽകി ചികിത്സയ്ക്കായി ഡോക്ടറുടെ മുറിയിൽ എത്തിച്ചതായുമാണ് പരാതി ഉയർന്നത്. സംഭവം പുറത്തുവന്നതോടെ വിവിധ സംഘടനകളുടെ ഭാരവാഹികൾ ആശുപത്രി അധികൃതരെ വിവരമറിയിക്കുകയും ചെയ്തു. ബുധനാഴ്ച രാവിലെ കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ ആശുപത്രിയിലെത്തി മെഡിക്കൽ ഓഫീസറെ കണ്ട ശേഷം DMOയുമായി ഫോണിൽ സംസാരിച്ചു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM മീനാകുമാരി തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിലെത്തി അധികൃതരുമായി ചർച്ച നടത്തി. തുടർന്ന് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M രജീഷ് ബാബു, ഗ്രാമപഞ്ചായത്ത് അംഗം ഫായിസ് ബീരിച്ചേരി, ആശുപത്രി വികസന സമിതി അംഗം AGC ഷംഷാദ് എന്നിവർ മെഡിക്കൽ ഓഫീസറെ കണ്ട് ചർച്ച നടത്തി. സംഭവത്തിൽ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച പ്രതിഷേധം നടത്തുവാൻ തീരുമാനിച്ചുവെങ്കിലും വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ പ്രശ്നപരിഹാരം ഉണ്ടാക്കുമെന്ന് അറിയിച്ചതിനാൽ സമരം മാറ്റിവെച്ചതായി അവർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ നടക്കാൻ പറ്റാത്ത കാരണം കോമ്പൗണ്ടിലുണ്ടായിരുന്ന 2 പേഷ്യൻറ്റിൽ ഒരാൾക്ക് ചികിത്സ നൽകുകയും മറ്റൊരാൾക്ക് ചികിത്സ നിഷേധിക്കുകയും ചെയ്ത ഒരു കെടുകാര്യസ്ഥത, അത് ജീവനക്കാരൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരു തെറ്റായ സമീപനത്തെ ഒരിക്കലും തൃക്കരിപ്പൂരിൻ്റെ മണ്ണിൽ വെച്ച് പൊറുപ്പിക്കില്ല. അപ്പോൾ നമ്മളിന്ന് പ്രതിഷേധമായിട്ട് തന്നെ മെഡിക്കൽ ഓഫീസറായിട്ട് സംസാരിച്ചു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നാളെ അടിയന്തര HMC വിളിച്ചിട്ടുണ്ട് എന്നറിയിച്ചതിനെ തുടർന്ന് താൽക്കാലികമായിട്ട് ഈ ഒരു കാര്യത്തിൽ നടപടി ഉണ്ടാകുന്നത് വരെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു സമരപരിപാടി നിർത്തിവെച്ചിരിക്കുകയാണ്. ഏതായാലും നാളെ ഈ ഹോസ്പിറ്റലിൻ്റെ നല്ല സമീപനത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം ജീവനക്കാരെ വെച്ചുപൊറിപ്പിക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. സംഭവത്തെ തുടർന്ന് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് ആശുപത്രി വികസന സമിതി യോഗം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. അറ്റകുറ്റപ്രവൃത്തിയുടെ പേരിൽ അടിക്കടി കണ്ണപുരം ചൈനാക്ലെ റെയിൽവേ ഗേറ്റ് അടച്ചിടുന്നത് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണ് പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചുകൊണ്ട് അടച്ചിടുന്നത്. കണ്ണപുരം ചൈനാക്ലെ റോഡ് തളിപ്പറമ്പ് റൂട്ടിൽ ബസ്സുകൾ ഉൾപ്പെടെ കടന്നുപോകുന്ന റെയിൽവേ ഗേറ്റ് 2 ദിവസം മുൻപ് അപ്രതീക്ഷിതമായി അടച്ചിട്ടു. കഴിഞ്ഞ ദിവസം രാവിലെ 11 മണിക്ക് അടച്ച റെയിൽവേ ഗേറ്റ് ഇന്ന് രാവിലെയും തുറക്കാതെ വന്നപ്പോൾ ജനങ്ങൾ ഏറെ ദുരിതത്തിലായി. റെയിൽവേ ഗേറ്റിന്റെ തകരാറ് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് 3 ദിവസങ്ങളിലായി ജനങ്ങൾ ദുരിതമനുഭവിച്ചത്. വേഗത്തിൽ പൂർത്തിയാക്കേണ്ട പ്രവൃത്തി നീണ്ടുപോയത് ജനങ്ങളുടെ വ്യാപക പ്രതിഷേധത്തിന് കാരണമാകുന്നു. ഗേറ്റ് അടക്കുന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ ലഭിക്കാത്തതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇവിടെ എത്തി മടങ്ങേണ്ട അവസ്ഥയിലാണ്. ധർമ്മശാല ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് ഇവിടെ എത്തുമ്പോഴാണ് ഗേറ്റ് അടച്ച വിവരം അറിയുന്നത്. റോഡിലേക്ക് പ്രവേശിക്കുന്നയിടത്ത് സൂചനാ ബോർഡ് സ്ഥാപിച്ചിരുന്നെങ്കിൽ ഇതിന് ഒരു പരിധിവരെ പരിഹാരമാകുമായിരുന്നു. കണ്ണപുരം പഴയങ്ങാടി ഭാഗത്തു നിന്ന് പറശ്ശിനിക്കടവ് അമ്പലത്തിലേക്ക് ഉൾപ്പെടെ നിരവധി യാത്രക്കാരാണ് ഇതുവഴി കടന്നുപോകുന്നത്. മാങ്ങാട്ടുപറമ്പ് KAP ബറ്റാലിയൻ, എഞ്ചിനീയറിംഗ് കോളേജ്, യൂണിവേഴ്സിറ്റി, അമ്മയും കുഞ്ഞും ആശുപത്രി, MVR ആയുർവേദ മെഡിക്കൽ കോളേജ് തുടങ്ങി നിരവധി സ്ഥാപനങ്ങളിലേക്കുള്ള ആളുകളും തളിപ്പറമ്പ് ഭാഗത്തേക്ക് പോകേണ്ട സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരും ഏറെ വലഞ്ഞു. അടിക്കടി ഉണ്ടാകുന്ന അടച്ചിടൽ യാത്രക്കാർക്ക് ഏറെ ദുരിതം സൃഷ്ടിക്കുന്നതായി ഇവർ പറയുന്നു. മിനിഞ്ഞാന്ന് പ്രതീക്ഷിക്കാണ്ട് ഒരു ദിവസം അടച്ചു, അതിനുശേഷം ഇപ്പം ആദ്യം അടച്ചു. ഇന്നലെ ഗേറ്റ് റിപ്പയർ ചെയ്യുന്നുണ്ട്.
പിന്നെ ഇവിടെ വരെ വന്നിട്ട് ബസ്സുകാർക്കും എല്ലാവർക്കും അപ്പുറത്തെ ചുണ്ട വഴി പോകാനുള്ള പ്രയാസമുണ്ട്. മരങ്ങളും എല്ലാം ഇങ്ങോട്ട് താഴോട്ട് അതിലൂടെ ബസ് പോകാൻ പറ്റുന്നില്ല. ജനങ്ങളെല്ലാം ഇടുന്ന് കുന്നിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ കാത്തുക്കുക, ബസ് വരുന്നില്ല. അപ്പോൾ ഇർണാവ് വഴി പോകുന്നു. അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. സ്കൂൾ കുട്ടികൾക്കെല്ലാം ഭയങ്കര പ്രയാസമാണ്. പിന്നെ സ്കൂൾ വണ്ടികൾക്ക് ഭയങ്കര പ്രയാസമാണ്. ഗവൺമെൻറ് വഴി പോകുമ്പോൾ അവിടെ എത്തുമ്പോൾ അവിടെ അടച്ചു. അരമണിക്കൂർ 1 മണിക്കൂറായിട്ടാണ് ഗേറ്റ് കിടക്കുന്നത്. അപ്പോൾ 10 മണി കഴിഞ്ഞിട്ടാണ് സ്കൂളിലെത്താൻ പറ്റുന്നത്. അതിലും ഭയങ്കര പ്രയാസങ്ങളുണ്ട്. അതിനുവേണ്ടി എന്തെങ്കിലും നടപടി എടുക്കുക. ട്രിപ്പെല്ലാം നേർപകുതിയായി ചുരുങ്ങി അപ്പുറത്ത് ഇപ്പുറത്തേക്ക് വരാൻ പറ്റില്ല. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അതിനെ ബസ് ഇവിടെ നിർത്തിയിടുന്നുണ്ട്. അപ്പോൾ ബസ് ഇല്ലാത്ത സമയത്ത് മാത്രമേ നമുക്ക് വല്ല ട്രിപ്പും കിട്ടുള്ളൂ. അതും സ്ഥിരമായിട്ടുള്ള ആൾക്കാർ. കണ്ണപുരത്ത് റെയിൽവേ മേൽപ്പാലം പണിയുന്ന പ്രവൃത്തി മണ്ണ് പരിശോധന ഉൾപ്പെടെ നടത്തിയിരുന്നുവെങ്കിലും തുടർ നടപടിയൊന്നും തന്നെ ആയില്ല. മേൽപ്പാലം നിർമ്മിച്ചാൽ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കുമെന്ന് ജനങ്ങൾ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. രാമന്തളി പഞ്ചായത്തിലെ കുന്നരു, പാലക്കോട്, എട്ടിക്കുളം പ്രധാന റോഡിൽ കല്ലേറ്റുംകടവ് റോഡിന് കുറുകെയുള്ള കൾവേർട്ട് താഴ്ന്ന് വലിയ രീതിയിൽ അപകട ഭീഷണി ഉയർത്തുന്നു. ബുധനാഴ്ച വൈകുന്നേരത്തോടെയാണ് റോഡിലെ ഈ തകർച്ച നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വലിയ വാഹനങ്ങൾ നിത്യേന കടന്നുപോകുന്ന പ്രധാന പാതയാണിത്. അപകടാവസ്ഥ മനസ്സിലാക്കിയ നാട്ടുകാർ ഉടനടി ഇടപെട്ട് ഇതുവഴി വന്ന വലിയ വാഹനങ്ങൾ മറ്റു റോഡുകളിലേക്ക് വഴിതിരിച്ചു വിട്ടു. വലിയ വാഹനങ്ങൾ കയറിയാൽ കൾവെട്ട് പൂർണ്ണമായും തകർന്നു വീഴാൻ സാധ്യതയുള്ളതിനാലാണ് നാട്ടുകാർ മുൻകൈയെടുത്ത് ഗതാഗതം നിയന്ത്രിച്ചത്. അടുത്ത കാലത്തൊന്നും ഇതിന്റെ റിപ്പയർ മറ്റു കാര്യങ്ങൾ ചെയ്യാത്താണ്. അപ്പോൾ അതടക്കം പരിശോധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഒരു അപകടം വന്നതിന് ശേഷം നമ്മൾ നടപടി എടുത്തിട്ട് കാര്യമില്ല എന്നാണ് അധികൃതരോട് ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. ഇന്ന് അടിയന്തരമായിട്ട് ഇതിലൂടെ വാഹനങ്ങൾ തിരിച്ചു വിട്ടുകൊണ്ട് ബദൽ മാർഗങ്ങൾ രാമന്തളി വഴി വാഹനങ്ങൾ പോകുന്നതിന് ആവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാരെന്നല്ല അഭ്യർത്ഥിക്കാനുള്ളത്. രാത്രികാലങ്ങളിൽ ഈ വഴി വരുന്ന വാഹനങ്ങൾ വലിയ അപകടത്തിൽപ്പെടാൻ സാധ്യതയേറെയാണ്. നാട്ടുകാർ ഉടൻ തന്നെ ബന്ധപ്പെട്ട അധികൃതരെ വിവരമറിയിച്ചിട്ടുണ്ട്. എത്രയും വേഗം സ്ഥലത്ത് സുരക്ഷാ ബോർഡുകൾ സ്ഥാപിക്കണമെന്നും കൾവെട്ട് അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ലോകകപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ പേരുകൾ പോലും ഓർത്തെടുക്കാൻ മുതിർന്നവർക്ക് കഴിയില്ലെന്നിരിക്കെ വിവിധ ലോകത്തെ 48 ടീമുകളുടെ പതാകകൾ മനഃപ്പാഠമാക്കിയ കൊച്ചുമിടുക്കനുണ്ട് തൃക്കരിപ്പൂരിൽ. രണ്ടാം ക്ലാസ്സുകാരനായ നീൽ ആദം ജേക്കബ് പതാകകൾ കണ്ടാൽ ഫുട്ബോൾ ടീം ഏതെന്ന് പറയും. ഉർമീസ് തൃക്കരിപ്പൂർ തയ്യാറാക്കിയ റിപ്പോർട്ട്. My favorite player is Ronaldo from Portugal. My favorite team is Panama from Central America. ലോകം മുഴുവൻ ഒരു പന്തിന് പുറകെ ഓടുന്ന ഒരു ആവേശകരമായ മുഹൂർത്തത്തിലാണ് നാം ഉള്ളത്. അവിടെ ഈ ലോകകപ്പിൽ കളിക്കുന്ന 48 രാഷ്ട്രങ്ങളുടെ പതാകകൾ തിരിച്ചറിഞ്ഞ് ആ രാഷ്ട്രത്തിൻ്റെ പ്രത്യേകതകളും ആ പതാകയുടെ പ്രത്യേകതകളും നിറങ്ങൾ തമ്മിലുള്ള സാമ്യവും പോലും വ്യക്തമായി പറയുന്ന ഒരു 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന നീൽ. 4 വർഷത്തിലൊരിക്കൽ വിരുന്നെത്തുന്ന കാൽപന്തുകളി ലഹരിയിലേക്ക് ലോകം മുഴുവൻ വഴുതി വീണപ്പോൾ ലോക മാമാങ്കത്തിൽ പങ്കെടുക്കുന്ന 48 രാഷ്ട്രങ്ങളുടെയും പേരുകൾ പതാകകൾ നോക്കി പറയും. ഓസ്ട്രേലിയ, ജർമ്മനി, ജപ്പാൻ, അർജന്റീന, ഖത്തർ, ട്യൂണീസിയ, പാരഗ്വേ, ക്രൊയേഷ്യ, ഈജിപ്ത്, ഗിനി. ഫുട്ബോളിലെ ലോക ചാമ്പ്യന്മാരായ ബ്രസീലോ അർജന്റീനയോ ജർമ്മനിയോ മികച്ച ടീമുകളിലൊന്നായ പോർച്ചുഗലിനെയോ അല്ല 7 വയസ്സുകാരനായ നീൽ ആദം ജേക്കബ് ഇഷ്ടപ്പെടുന്ന ഫുട്ബോൾ ടീം. നോർത്ത് അമേരിക്കയിലെ പനാമയാണ് അവനിഷ്ടം. പക്ഷേ ഇഷ്ട ഫുട്ബോൾ താരം ഈ ലോകകപ്പിലും മിന്നും താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് UP സ്കൂളിലെ 2ാം തരം വിദ്യാർത്ഥിയായ നീൽ ആദം ലോകരാഷ്ട്രങ്ങളുടെ വിവരണങ്ങളുള്ള പുസ്തകത്തിൽ നിന്ന് മനസ്സിലുറപ്പിച്ച 150-ൽ പരം രാജ്യങ്ങളുടെ പതാകകൾ തിരിച്ചറിയും. വിവിധ രാഷ്ട്രങ്ങളുടെ പതാകകൾ തമ്മിൽ നിറങ്ങളിലും അല്ലാതെയും സാമ്യമുള്ളതേതെന്നും അവയുടെ വേർതിരിവെന്തെന്നും ഈ കൊച്ചുമിടുക്കൻ പറയും. പതാകകളിൽ ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രകളും അവയുടെ പ്രത്യേകതകളും വിവരിച്ചു തരും. ഇരിട്ടി കരിക്കോട്ടക്കരി സ്വദേശിയും ബിസിനസ്സുകാരനുമായ സന്തോഷ് സേവ്യറിന്റെയും തൃക്കരിപ്പൂർ സെന്റ് പോൾസ് UP സ്കൂളിലെ അധ്യാപിക സരിത ജേക്കബിന്റെയും മകനാണ് നീൽ ആദം ജേക്കബ്. സഹോദരി സെറ എലിസബത്ത് ഫിലിപ്പ് ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം തരം വിദ്യാർത്ഥിനിയാണ്. ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ടീമുകളെയും പതാകകൾ കൊണ്ട് തിരിച്ചറിയുന്ന കുഞ്ഞ് നീൽ ആദം ഫുട്ബോൾ ആസ്വാദകർക്ക് മുന്നിൽ വിസ്മയമാവുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
തന്റെ അഭിനയ പാടവം കൊണ്ട് അത്രമേൽ നാടകരംഗത്തെ പ്രോജ്വലിപ്പിച്ച നാടക പ്രതിഭയാണ് രാധൻ കണ്ണപുരമെന്ന് പ്രശസ്ത സിനിമാ നടൻ സന്തോഷ് കീഴാറ്റൂർ. രാധൻ കണ്ണപുരം അനുസ്മരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാടകത്തെ അത്രമേൽ സ്നേഹിച്ച വ്യക്തിത്വമായിരുന്നു രാധൻ കണ്ണപുരം. താൻ അഭിനയിച്ച വേഷങ്ങളിലെല്ലാം ജനശ്രദ്ധ നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗം നാടകരംഗത്ത് വലിയ നഷ്ടമാണെന്ന് സന്തോഷ് കീഴാറ്റൂർ പറഞ്ഞു. ഒരു നാടക നടൻ ഒരുപക്ഷെ ഒരു സിനിമയിലാണ് അഭിനയിച്ചതെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും ഒരു കാലത്തിന്, അല്ല വരുന്ന തലമുറയ്ക്ക്. നാടകം എഴുത്തുകാരുടെ നാടകം വേണമെങ്കിൽ അക്ഷരങ്ങളിൽ പുരണ്ട് പുസ്തകങ്ങളായി നമ്മുടെ ലൈബ്രറിയിലും ഷോക്കേസിലും വെക്കാൻ സാധിക്കും. പക്ഷെ ഒരു നടൻ എങ്ങനെയാണ്, പ്രത്യേകിച്ച് ഒരു നാടക നടൻ അഭിനയിച്ചു കഴിഞ്ഞാൽ അവൻ ഇങ്ങനെയൊക്കെ അഭിനയിച്ചു എന്നുള്ളത് കാലത്തിനോടോ വരാൻ പോകുന്ന തലമുറയോടോ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തെളിവുകളും പക്ഷേ ഇവിടെ കൂടിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ നാടകം കണ്ടവരുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ ആ തെളിവുകളൊക്കെ, ഓർമ്മകളൊക്കെ. അതാണ് ഒരു നാടക നടൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷമം. അദ്ദേഹം 40 വർഷത്തിലേറെയായി മലയാള നാടകരംഗത്ത് വളരെ സജീവമായി പ്രവർത്തിച്ചിട്ട് നമുക്കതൊന്നും എവിടെയും ആരെയും കാണിക്കാൻ പറ്റാവുന്ന രീതിയിൽ ഒരു ആർക്കൈവ്സ് നമുക്കില്ല എന്നത് വലിയൊരു സങ്കടകരമാണ്. അത് രാധേട്ടൻ്റെ മാത്രമല്ല, മലയാളത്തിലെ നാടക നടീനടന്മാർ അനുഭവിക്കുന്ന, നാടക പ്രവർത്തകർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ മനോവിഷമം തന്നെയാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, TK ഗോവിന്ദൻ MLA, M വിജിൻ MLA, KPCC അംഗം MP ഉണ്ണികൃഷ്ണൻ, മുൻ MLA TV രാജേഷ്, DCC ജനറൽ സെക്രട്ടറി രജിത്ത് നാറാത്ത്, കോൺഗ്രസ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കാപ്പാടൻ ശശിധരൻ, CPM നേതാവ് N ശ്രീധരൻ, കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ VS അനിൽകുമാർ, സിനിമാ നടൻ കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയ നിരവധി പേർ അനുശോചനം അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വിശ്വവിജയിയായി മിശിഹ പയ്യന്നൂരിൽ. ലോകകപ്പിൽ മുത്തമിട്ട മെസ്സിയുടെ ഭീമൻ ഫ്ലെക്സ് ഉയർത്തി കണ്ടോത്തെ അർജന്റീന ആരാധകർ. ലോക കിരീടത്തിൽ മുത്തമിട്ട് നിൽക്കുന്ന ലിയോണൽ മെസ്സിയുടെ വമ്പൻ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ച് വീണ്ടും ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് പയ്യന്നൂർ കണ്ടോത്തെ അർജന്റീന ആരാധകർ. ലോകകപ്പ് ആവേശം ഒട്ടും ചോർന്നു പോയിട്ടില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കണ്ടോത്ത് ക്ഷേത്ര പരിസരത്തുയർന്ന ഈ ഭീമൻ ഫ്ലക്സ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും തരംഗമാവുകയാണ്. ഫ്ലക്സ് സ്ഥാപിച്ച ചടങ്ങിൽ വെടിക്കെട്ടോടുകൂടി വലിയൊരു ജനക്കൂട്ടം തന്നെ ഒത്തുകൂടിയിരുന്നു. വലിയ മൈതാനങ്ങളിലെ ഫുട്ബോൾ പൂരങ്ങൾക്കൊപ്പം തന്നെ മലബാറിന്റെ ഗ്രാമവഴികളിലെ ഇത്തരം ആരാധനകളും ഫുട്ബോൾ എന്ന കളിയെ എത്രത്തോളം മനോഹരമാക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പയ്യന്നൂർ കണ്ടോത്ത് കാണാൻ കഴിയുന്നത്. തോൽവികളിലും വിജയങ്ങളിലും തങ്ങളുടെ പ്രിയ ടീമിനെ നെഞ്ചേറ്റുന്ന ഈ ആരാധകർ തന്നെയാണ് ഫുട്ബോളിന്റെ യഥാർത്ഥ സൗന്ദര്യവും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഏഴ് വർഷത്തെ സേവനത്തിന് ശേഷം പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പദവിയിൽ നിന്നും ഡോക്ടർ K സുദീപ് സ്വയം ഒഴിയുന്നു. സഹകരണ മേഖലയായിരുന്ന കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തപ്പോഴാണ് ഡോക്ടർ സുദീപിനെ സൂപ്രണ്ടായി നിയമിച്ചത്. 2019 കോവിഡ് മഹാമാരിയുടെ കാലത്തായിരുന്നു ഡോക്ടർ സുദീപ് സൂപ്രണ്ടായി ചുമതല ഏറ്റെടുത്തത്. എന്നാൽ മികച്ച ചികിത്സയും ഇടപെടലുമായി കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സംസ്ഥാനത്തെ മികച്ച കോവിഡ് ചികിത്സ നൽകിയ ആശുപത്രികളിലൊന്നായി മാറി. സംസ്ഥാനത്തെ മറ്റൊരു മെഡിക്കൽ കോളേജിലും ഇല്ലാത്ത വിധം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പൂർണ്ണസജ്ജമായ ഒരു കൺട്രോൾ റൂം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ മാത്രം പ്രത്യേകതയാണ്.
സൂപ്രണ്ട് പ്രത്യേക താൽപര്യമെടുത്ത് ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ ബിന്ദുവിനെ ചുമതല നൽകി 2022 സ്ഥാപിച്ച ഈ സംവിധാനം ആശുപത്രിയിൽ എത്തിച്ചേരുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വലിയൊരു അത്താണിയായിരുന്നു. ചികിത്സാോപകരണങ്ങൾ, 40 കോടിയുടെ നവീകരണം, വിവിധ ചികിത്സാ പദ്ധതികൾ എന്നിവ ഡോക്ടർ സുദീപിന്റെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ നടപ്പിലാക്കി. അടുത്ത വർഷം വിരമിക്കുന്ന ഇദ്ദേഹം മെഡിക്കൽ അധ്യാപനത്തിനൊപ്പം രോഗി പരിചരണത്തിലും പൂർണ്ണമായി പ്രവർത്തിക്കും. മെഡിക്കൽ കോളേജ് പോലെയുള്ള വലിയൊരു ചികിത്സാ സ്ഥാപനത്തിലെ അധികാര പദവിയെ ജനകീയവൽക്കരിക്കാനായി എന്നതാണ് പടിയിറങ്ങുന്ന സൂപ്രണ്ടിന്റെ സമൂഹത്തിനുള്ള വലിയ സംഭാവന. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ലഹരിക്കെതിരെ ലോകകപ്പ് ലഹരി വിരുദ്ധ റാലിയും ലഹരിക്കെതിരെ ഗോളടിക്കലും സംഘടിപ്പിച്ച് കടന്നപ്പള്ളിയിലെ കുടുംബശ്രീ CDSഉം കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ SPC യൂണിറ്റ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും പരിയാരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ SI M പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് കുടുംബശ്രീ CDSഉം കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ SPC യൂണിറ്റും സ്പോർട്സ് ക്ലബ്ബും സംയുക്തമായി ലഹരിക്കെതിരെ ലോകകപ്പ് ലഹരി വിരുദ്ധ റാലിയും ഗോളടിക്കലും സംഘടിപ്പിച്ചു. ചന്തപുരയിൽ നടന്ന പരിപാടി പരിയാരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ SI M പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ നേരത്തെ തന്നെ ഇതിനെതിരെ വളരെ ശക്തമായ നടപടി സ്വീകരിച്ചു വരുന്നുണ്ടെങ്കിൽ കൂടി ഇപ്രാവശ്യം ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ കുറച്ചുകൂടി വിപുലമായി നടന്നു വരികയാണ്. നമ്മൾ പത്രങ്ങളിൽ ദിവസം വായിക്കുന്നുണ്ടാവും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഒരുപാട് കേസുകൾ ഇപ്പൊ തന്നെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. വൈസ് പ്രസിഡന്റ് VA കോമളവല്ലി അധ്യക്ഷത വഹിച്ചു. T ഷിബു കരുൺ, PM അനിത, TV മോഹനൻ, M നിഷ, MV പ്രീത എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പാടിയോട്ടുചാലിൽ അനധികൃത മദ്യവിൽപ്പന. വിദേശ മദ്യവുമായി ഒരാൾ എക്സൈസ് പിടിയിൽ. പ്രതിയെ റിമാൻഡ് ചെയ്തു. അനധികൃതമായി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം സൂക്ഷിച്ച് വിൽപ്പന നടത്തിയ കേസിൽ പാടിയോട്ടുചാൽ സ്വദേശി എക്സൈസിന്റെ പിടിയിലായി. പയ്യന്നൂർ പാടിയോട്ടുചാലിലെ N മഹേശനാണ് അറസ്റ്റിലായത്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കൈവശം വെച്ച് വിൽപ്പന നടത്തിയതിനാണ് ഇയാൾക്കെതിരെ കേസെടുത്തത്. എക്സൈസ് ഇൻസ്പെക്ടർ N വൈശാഖിന്റെ നേതൃത്വത്തിൽ പാടിയോട്ടുചാൽ ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിലാണ് പ്രതി പിടിയിലായത്. ഇയാൾക്കെതിരെ അബ്കാരി നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ജില്ലയിൽ അനധികൃത മദ്യവിൽപ്പനയ്ക്കെതിരെ എക്സൈസ് വകുപ്പിന്റെ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള വ്യാപാരി വ്യവസായി സമിതി പയ്യന്നൂർ ടൗൺ യൂണിറ്റ് സമ്മേളനം കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു. വ്യാപാരി വ്യവസായി സമിതി കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി E സജീവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി സമിതി 12ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പയ്യന്നൂർ ടൗൺ യൂണിറ്റ് സമ്മേളനം കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു. വ്യാപാരി വ്യവസായി സമിതി കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി E സജീവൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് P കനകരാജൻ അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി സമിതി ഏരിയ സെക്രട്ടറി KC രവീന്ദ്രൻ വ്യാപാരി സാന്ത്വന ഫണ്ട് വിതരണം ചെയ്തു. VP സുരേശൻ, KV മുരളീധരൻ, PV ഗോപി, T ബാലകൃഷ്ണൻ, പ്രമോദ് കാപ്പാട്, K ലക്ഷ്മണൻ, P ശ്യാമള, PV കരുണാകരൻ, C കൃഷ്ണൻ, P പ്രകാശൻ, KC നിഖിൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കൊമേഴ്ഷ്യൽ ആർട്ടിസ്റ്റ് വെൽഫെയർ അസോസിയേഷൻ വാർഷിക സമ്മേളനം പയ്യന്നൂർ OPM ഓഡിറ്റോറിയത്തിൽ നടന്നു. V കുഞ്ഞികൃഷ്ണൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൊമേഴ്ഷ്യൽ ആർട്ടിസ്റ്റ് വെൽഫെയർ അസോസിയേഷൻ വാർഷിക സമ്മേളനം പയ്യന്നൂർ OPM ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. V കുഞ്ഞികൃഷ്ണൻ MLA പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരാളും തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതീക്ഷിച്ചിട്ടുമില്ല. കാരണം 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ച മണ്ഡലമാണ്. ഒരു നിയമസഭാ മണ്ഡലത്തിൽ 1,00,000 വോട്ട് അട്ടിമറിച്ചൊരു വിജയം ഉണ്ടാവുക എന്ന് ഒരാളും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ മത്സരിക്കുമ്പോഴും ഭൂരിപക്ഷം ഒരൽപ്പം കുറക്കാൻ സാധിച്ചാൽ. ജനാർദ്ദനൻ ഷാഡോ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അനിൽസൻ, പാലറ്റ് ജയൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി പ്രശോഭ്, സെക്രട്ടറിയായി നിർമ്മൽ സിലറ്റ്, വൈസ് പ്രസിഡന്റ് പ്രവീൺ, ജോയിന്റ് സെക്രട്ടറിയായി ധനരാജ് മാണിയാട്ട്, ട്രഷററായി സന്തോഷ് ടോട്ടോ എന്നിവരെ തിരഞ്ഞെടുത്തു. പയ്യന്നൂരിലെ ട്രാഫിക് ബ്ലോക്കിന് പരിഹാരം കാണുക, വർഷങ്ങളായുള്ള പയ്യന്നൂരിന്റെ പുതിയ ബസ് സ്റ്റാൻഡ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുക, പാതിവഴിയിലായ തിയേറ്റർ സമുച്ചയം പൂർത്തീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ പ്രമേയത്തിലൂടെ സമ്മേളനം ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
പയ്യന്നൂർ നളിനം ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ നളിനപ്രഭ പുരസ്കാരം അധ്യാപകനും പ്രശസ്ത ഡോട്ട് ചിത്രകാരനും ഹ്രസ്വചിത്ര സംവിധായകനുമായ സുരേഷ് അന്നൂരിന് പുറച്ചേരി കേശവതീരത്ത് സംഘടിപ്പിക്കുന്ന വായനാ വാരാചരണ പരിപാടിയോടനുബന്ധിച്ച് പുരസ്കാര സമർപ്പണം നടക്കും. പയ്യന്നൂർ നളിനം ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ നളിനപ്രഭ പുരസ്കാരത്തിന് പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും പ്രശസ്ത ഡോട്ട് ചിത്രകാരനും ഹ്രസ്വചിത്ര സംവിധായകനുമായ സുരേഷ് അന്നൂരിനെ തിരഞ്ഞെടുത്തു. 10,001 രൂപയാണ് പുരസ്കാര തുക. വെള്ളിയാഴ്ച മുതൽ നളിനം ഫൗണ്ടേഷൻ പുറച്ചേരി കേശവതീരത്ത് സംഘടിപ്പിക്കുന്ന വായനാ വാരാഘോഷ പരിപാടിയോടനുബന്ധിച്ച് ജൂൺ 21 പുരസ്കാര സമർപ്പണം നടക്കും. കഴിഞ്ഞ 30 വർഷത്തിലേറെയായി അധ്യാപന, ചിത്രകല, ഹ്രസ്വചിത്ര, സംഗീത രംഗത്ത് സജീവ സാന്നിധ്യമാണ് സുരേഷ് അന്നൂർ. പേനക്കുത്തുകൾ കൊണ്ടുള്ള ഡോട്ട് ചിത്രകലാരീതി കേരളത്തെ പരിചയപ്പെടുത്തിയ ചിത്രകാരനായ ഇദ്ദേഹം 1000-ലധികം ഡോട്ട് മുഖചിത്രങ്ങൾ വരയ്ക്കുകയും നിരവധി പ്രശസ്തരും സാധാരണക്കാരുമായ വ്യക്തികൾക്ക് നേരിട്ട് സമ്മാനിക്കുകയും ചെയ്തിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ പ്രമോദ് പുത്തലത്ത്, ഡോക്ടർ കേശവൻ വിതരമന, OK നാരായണൻ നമ്പൂതിരി എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ലങ്കാടി സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ സീനിയർ, ജൂനിയർ, സബ് ജൂനിയർ വിഭാഗങ്ങളിൽ ചാമ്പ്യൻഷിപ്പ് നേടി ഓവറോൾ കിരീടം ചൂടിയ ജില്ലയിലെ ടീം അംഗങ്ങളെയും പരിശീലകരെയും മാനേജർമാരെയും തൃക്കരിപ്പൂരിൽ അനുമോദിച്ചു. സെന്റ് പോൾസ് സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് ലങ്കാടി അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ അനുമോദനമൊരുക്കിയത്. ലങ്കാടി സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ സീനിയർ, ജൂനിയർ, സബ് ജൂനിയർ വിഭാഗങ്ങളിൽ ചാമ്പ്യൻഷിപ്പ് നേടി ഓവറോൾ കിരീടം ചൂടിയ ജില്ലയിലെ ടീം അംഗങ്ങളെയും പരിശീലകരെയും മാനേജർമാരെയും തൃക്കരിപ്പൂരിൽ അനുമോദിച്ചു. സെന്റ് പോൾ സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് ലങ്കാടി അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ അനുമോദനമൊരുക്കിയത്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഫായിസ് ബീരിച്ചേരി അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. അതിൽ മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് ആ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒട്ടനവധി വിദ്യാർത്ഥികളുണ്ടാവും. നേരെ മറിച്ച് ഇത്തരം പുതിയ കായിക ഇനത്തിലേക്ക് നമ്മൾ ചുവട് വെക്കുമ്പോൾ അതിലൂടെ നമ്മുടെ ജീവിതം തന്നെ കരുപ്പിടിപ്പിക്കുന്ന ഒരു തലത്തിലേക്കാണ്. കാരണം മുമ്പത്തെ കളി എന്നുള്ളത് കേവലം നമ്മുടെ വ്യായാമം മാത്രമായിരുന്നു എങ്കിൽ ഇന്ന് അതൊക്കെ മാറിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് മാറുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ സേഫ്റ്റി ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക്. പ്രസിഡന്റ് TV ചന്ദ്രദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെന്റ് പോൾസ് AUP സ്കൂൾ PTA പ്രസിഡന്റ് കരീം ചന്ദേര സർട്ടിഫിക്കറ്റുകളും ഉപഹാരവും നൽകി. അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി ഷെരീഫ് മാടാപ്പുറം, ട്രഷറർ സിദ്ദിഖ് ചക്കര, നിർവാഹക സമിതി അംഗം M ശ്രീദേവി, ടോം പ്രസാദ്, K ബിന്ദു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. MSF തൃക്കരിപ്പൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയും അജ്മാൻ KMCC തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയും ചേർന്ന് ജൂൺ 18 വിദ്യാഭ്യാസ പ്രതിഭകളെ തൃക്കരിപ്പൂരിൽ ആദരിക്കും. ടൗൺഹാളിൽ നടക്കുന്ന പരിപാടി MSF ദേശീയ പ്രസിഡന്റ് PV അഹമ്മദ് സാജു ഉദ്ഘാടനം ചെയ്യും. SSLC, +2, CBSE, ICSE പരീക്ഷകളിൽ ഈ വർഷം ഉന്നത വിജയം നേടിയ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലെ 600-ൽ പരം വിദ്യാർത്ഥികൾക്കാണ് ആദരവൊരുക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായി അജ്മാൻ KMCCയുമായി സഹകരിച്ച് പഠന മികവിന് ആദരവ് നൽകി വരുന്നുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജൂൺ 18 രാവിലെ 10 മണിക്ക് തൃക്കരിപ്പൂർ CH ടൗൺ ഹാളിൽ MSF ദേശീയ കമ്മിറ്റി പ്രസിഡന്റ് PV അഹമ്മദ് സാജു ഉദ്ഘാടനം ചെയ്യും. MSF പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റും ജീവിത നൈപുണ്യ പരിശീലകയുമായ ലബീബ മുഹമ്മദ് ക്ലാസ് എടുക്കും. മുസ്ലിം ലീഗിന്റെയും പോഷക സംഘടനകളുടെയും നേതാക്കൾ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് തൃക്കരിപ്പൂർ മണ്ഡലം സെക്രട്ടറി നിഷാം പട്ടേൽ, MSF സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അസറുദ്ദീൻ മണിയനോടി, മണ്ഡലം പ്രസിഡന്റ് ഉസ്മാൻ പോത്താങ്കണ്ടം, ട്രഷറർ KC അർഷാദ് എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.